സ്പെഷ്യലായി മൈ ഹോമിൽ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ വീട്ടിലാണ്. ആരാണെന്ന് അറിയണ്ടേ? ഒട്ടേറെ വ്യത്യസ്ത സിനിമകൾ മലയാളികൾക്ക് നൽകിയ മലയാളികളുടെ സ്വന്തം ശ്രീ വിനയൻ സാറിൻ്റെ വീട്ടിലാണ് മൈ ഹോമിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും വീട്ടുവിശേഷങ്ങൾ എടുത്തു തീർക്കാൻ 2000 എനിക്ക് തോന്നുന്നു 2006 തീർത്താൽ 7 വർഷം എടുത്തു. ഇപ്പൊ ഇവിടെ താമസം തുടങ്ങിയിട്ട് 5 വർഷം. ഈ 5 വർഷം ഇവിടെ തന്നെയാണോ കുടുംബത്തോടെ ഓണം ആഘോഷിക്കുന്നത്? 5 വർഷവും എല്ലാ പിന്നെ ഓണത്തിനോട് ഇല്ലായിരുന്നു. 2 ഓണം എനിക്ക് തോന്നുന്നതിനിടയ്ക്ക് ഷൂട്ടിംഗ് സൈറ്റിലായിരുന്നു. അപ്പം ഞാനിവിടുന്ന് വൈഫിനെയും മോളെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ പറ്റാവുന്ന രീതിയിലൊക്കെ ഇവിടെ തന്നെ മാക്സിമം ഓണാഘോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? വീട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും സാർ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് പണിതൊരു വീടാണെന്ന്. ഇത്രയും ഒരു ബിസി ലൈഫിനിടയിൽ എങ്ങനെ പറ്റി ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തൊരു വീട് പണിയാൻ? എങ്ങനെ ഒരു പാഷനാണ്? തീർച്ചയായിട്ടും വീടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ കുട്ടനാട്ടിലെ കുടുംബ വീടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ 6 പേരെയൊക്കെ ആയിരുന്നു. ഉത്തരത്തിനൊക്കെ ഒരു 6 അടി പൊക്കെ കാണത്തുള്ളൂ. വളരെ നിറച്ച് തടി കൊണ്ടൊക്കെ വെച്ച വീടുകളായിരുന്നു 6 പേര് എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വലിയ ചില വീടുകളിലല്ല ഈ ചില പിന്നെ മ്യൂസിയത്തിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെ പാലസ് മാതിരിയൊക്കെ ഇത് കണക്കുള്ള വീട് താമസിക്കാൻ കുറച്ച് ശ്വാസം കിട്ടും എന്ന് കൊച്ചിലെ ചിന്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനൊരു വീടൊക്കെ സത്യത്തിൽ എൻ്റെ ഡ്രീമിലുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഇങ്ങനൊരു വീട് വെക്കാൻ പറ്റും, ഇങ്ങനൊരു വീട്ടിൽ താമസിക്കാൻ പറ്റും, ഇങ്ങനൊരു നല്ല കാറിൽ നടക്കാൻ പറ്റും, അങ്ങനെ നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കോൺഫിഡൻസ് നടന്നാൽ കൊള്ളാം. പക്ഷേ അങ്ങനെ അത് കിട്ടാൻ പാടാണ്. സാർ ഇപ്പോൾ പണ്ട് പറഞ്ഞില്ലേ എനിക്കൊരു ഡ്രീം ഹോം ഉണ്ടായിരുന്നു, ഇതേപോലെ വീട് പണിയണം, അതേപോലെ സാറിന് മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ പണിയാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ വീട് പണിതപ്പോൾ എൻ്റെ ഫാദറിലും ഉണ്ടായിരുന്നു ഈ വീട് പണിയുമ്പോൾ. വീട് പണി കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എഞ്ചിനീയറായിരുന്നു, റിട്ടയർഡ് എഞ്ചിനീയറായിരുന്നു. അപ്പോൾ പുള്ളിയെ ഞാനവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകും. ഓരോ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോഴും പുള്ളി ചെയ്തതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് തോന്നി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് പൊളിക്കും. അങ്ങനെയാണ് ഈ 7 വർഷം വന്നത്. കാരണം പുള്ളി ഒരു ഭയങ്കര എക്കണോമിക്കലായിട്ടുള്ള എഞ്ചിനീയറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നോക്കുമ്പോൾ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും പാടില്ല. അപ്പോൾ ഇവിടെ ഒത്തിരി ഞാൻ ബാൽക്കണീസൊക്കെ ഓപ്പണാണ്, മനസ്സിലായി, ഒത്തിരി ഫ്രീ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു അതല്ല എനിക്ക് ആവശ്യം, എനിക്കിങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ പ്ലേസാണ് എനിക്ക് ആവശ്യം. അങ്ങനെ എനിക്ക് തോന്നുന്നു 99% എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ്. കോമ്പൗണ്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയാം ഗാർഡന് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിയ ഒരു വീടാണെന്ന്. കണ്ടില്ലേ, നിറയെ ചെടികൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുക. അപ്പം നമുക്കിതിൽ പിന്നിലെ ഹാർഡ് വർക്ക് എന്താണെന്ന് നമുക്ക് മാമിനോട് നേരിട്ട് ചോദിച്ചറിയാം അല്ലേ? എങ്ങനെയായി ചെടികളൊക്കെ സെറ്റ് ചെയ്യുന്നത്? അത് ഫസ്റ്റ് ഗാർഡനർ വന്നിട്ട് സെറ്റ് ചെയ്താൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്നതൊക്കെ വെക്കണം. ഇച്ചിരി സ്പേസേ ഞങ്ങൾക്ക് ഗാർഡൻ എടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കാർഷെഡിനൊക്കെ ആയിട്ട് ഉള്ള സ്പേസ് ഭംഗിയാക്കുക, ആ രീതിയിൽ സെറ്റ് ചെയ്യുക എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു.
എനിക്ക് ഇന്ന പോലെ എല്ലാം വേണം ഇന്ന സ്ഥലത്തൊക്കെ. ഇത് മാമിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഫ്ലവേഴ്സ് ഒക്കെ? അതിന് ഞാൻ നഴ്സറിയിലൊക്കെ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള പൂക്കൾ ഫ്ലവേഴ്സൊക്കെ ഉള്ള മേടിച്ചിട്ട് വരും. ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ നമ്മുടെ നാടൻ പ്രദേശത്തൊക്കെ കാണില്ലേ 10 മണിപ്പൂവൊക്കെ, അതൊക്കെ ആ സൈഡിലുണ്ട്. അതെ, ചെടി എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഇവിടെ. ചെടികളുണ്ടെങ്കിലും നിറച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പല ചെടിക്കും നമുക്ക് പല മെയിൻ്റനൻസ് ആയിരിക്കും വരിക. ഓരോ മെഡിസിൻസ് ഓരോന്നിനും സെപ്പറേറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഫ്ലവേഴ്സിന് വേറെ, ഓർക്കിഡിന് വേറെ, ബാംതൂരിയ വേറെ. എപ്പോഴും ഇതിൻ്റെ പുറകെ നിന്നെങ്കിലേ ഇത് ഇങ്ങനെയെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സെറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയ്യിൽ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് കൊണ്ട് സാറിൻ്റെ ഡ്രീം ഹോം വളരെ നല്ല രീതിയിൽ പണി തീർത്തു. ഇതേപോലെ പണിയുന്ന അതേ റിസ്ക് ഉണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. അപ്പോൾ ഡ്രീം ഹോം ഞാൻ പണി തീർത്തു, അതുകൊണ്ട് ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണോ? മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഞാനായിട്ട് ഒരു ബന്ധമില്ല, അത് മുഴുവൻ മീനെയാണ് ചെയ്യുന്നത്. അതെ, ചേച്ചിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. എങ്ങനെയായി വീട് ഇത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെയും കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം ഹോം തന്നെയാണ്. ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഫുൾ ടൈം ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. മെയിൻറ്റെയിൻ ചെയ്യാൻ മാളൂന് ഒരു പങ്കാളിത്തവും ഇല്ല. വെക്കേഷനൊക്കെ ആണെങ്കിൽ മോള് ഹെൽപ്പ് ചെയ്യും. കട്ടൻ്റെ കാര്യങ്ങളും ഇപ്പോൾ കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം ആരാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഫർണിച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും എല്ലാം വീട്ടിൽ വരാറ്? ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്. എല്ലാ ആഴ്ചയിൽ ഫ്രണ്ട്സിനെ കൊണ്ടുവരും? അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ വരും. ഫ്രണ്ട്സിനെ കൊണ്ടുവരുമ്പോൾ അമ്മ എത്രയും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഉള്ളിലൊക്കെ വെച്ചിട്ടില്ലേ, അതെങ്ങനെ വൃത്തികേടാക്കാൻ സഹായിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ വൃത്തികേടാക്കുമെങ്കിൽ അത് ഫ്രണ്ട്സൊക്കെ പോയി കഴിയുമ്പോൾ അമ്മ ഹെൽപ്പ് ചെയ്ത് ഒക്കെ. അതല്ല, അമ്മേനെ പേടിച്ച് മാള് തന്നെ വേഗം റെഡിയാക്കിക്കോളൂ അല്ലേ? അമ്മയ്ക്ക് ഏക സ്ട്രിക്ട്നെസ് എന്ന് പറയുന്ന ആ കാര്യത്തിലാണ് ഭയങ്കരമായിട്ട് ഇതൊക്കെ കൃത്യം. എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം എന്നൊക്കെ ഭയങ്കര നിർബന്ധം. കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇത് അവിടെ വെക്ക് ഇവിടെ വെക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. പക്ഷെ ഇപ്പോൾ വളർന്നു കഴിഞ്ഞപ്പോൾ അവരുടെയും കൂടെ വീടാണ്, ഫ്രണ്ട്സ് വരുമ്പോൾ വീടൊക്കെ നീറ്റായിട്ട് ഇരിക്കണം എന്നൊരു തോന്നലൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ വിഷ്ണുവിന് മൂത്തമാനുണ്ടല്ലോ, അവന് ഇപ്പം US എയറോ സ്പേസ് എഞ്ചിനീയറിംഗ് റിസർച്ച് ചെയ്യിച്ചു. അവന് വലിയ വീട് വലിയ ഇഷ്ടമാണ്, അത്രയും വലിയ ഏരിയ ഒക്കെ ഉള്ളത് വലിയ ഇഷ്ടമാണ്. ഡബിൾ ഹൈറ്റ്സിൽ പണിതിരിക്കുന്നത് സത്യമായിരിക്കും. ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു നമ്മുടെ എന്താ ഉപബോധ മനസ്സിൽ എവിടെ കിടന്നിട്ടുണ്ടല്ലോ, നമ്മുടെ കൊച്ചുനാളിലത്തെ വീട് ഭയങ്കര ഹൈറ്റ് പറഞ്ഞ ഉത്തരവും ഭയങ്കര തടിയുള്ള കൊച്ചു മുറികളായിരുന്നു. ഒത്തിരി മുറികളുണ്ട്, ഭയങ്കര കോറിഡോർസ് ഉണ്ട്, കേട്ടില്ലേ പഴയ നാലുകെട്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹൈറ്റ് അപ്പോൾ അത് മനസ്സിലുണ്ടായിരിക്കാം. കാരണം ഇപ്പോൾ ഈ വീട്ടിൽ 6 ബെഡ്റൂം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ 6 ബെഡ്റൂമിനെക്കാട്ടും ഡബിള് ഓപ്പൺ പ്ലേസസ് ആണ്. ഇത്രയൊരു വീട് വെച്ചതിൽ മനസ്സിൽ സന്തോഷം അഭിമാനമൊക്കെ ഉണ്ട്. കാരണം ഇത് ഞാൻ നേരത്തെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ നമ്മുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ വീട് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, വീട് വെച്ചിട്ട് ടെൻഷൻ അടിച്ചൊരു കാര്യത്തിലുള്ളൂ. ഞങ്ങൾ ചില സംഘടനാ പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഈ വീടിൻ്റെ ഫോട്ടോ പൊക്കി പിടിച്ചിട്ട് പ്രസംഗിച്ചൊരു സംഭവമുണ്ട്. ഞങ്ങൾ വലിയ പ്രശ്നം ഉണ്ടായല്ലോ, സംഘടനയുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞു തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന വിനയൻ്റെ വീട് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിരിയാവുന്നത്, കാരണം ഞാൻ മറ്റൊന്നല്ല, തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ കാശ് കൊണ്ടൊക്കെ വീട് വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല.
ടാക്സ് കൊടുക്കാൻ വിടുക ചില പ്രശ്നം. നമ്മുടെ മനസ്സിൻ്റെ ചിലപ്പം വിശാലത കണക്ക് തന്നെ ഒരു വലിയ വീട് പണിയാൻ സാധിച്ചതിൽ ഞങ്ങൾ ഭയങ്കര സാർ ഈ 2 എൻട്രൻസ് ഇല്ലേ, അതിപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പണിതാണോ അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് അങ്ങനെ ട്രെൻഡ് അനുസരിച്ച് പണിതൊന്നുമല്ല. ഇപ്പം എൻ്റെ സിനിമയുടെ ഡിസ്കഷനും പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം അവിടെയാണ്, ആ പോർഷനിലാണ് സിനിമയെ പറ്റിയുള്ള. ഞങ്ങൾക്ക് 4 പേർക്ക് താമസിക്കാൻ ഇത്രയും വലിയൊരു ഏരിയ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഡിസ്കഷൻസും കമ്പോസിങ്ങും ഒക്കെ ഇവിടെ നീനയുടെയും മാളുവിൻ്റെയും ഇടമാണ് ഇവിടെ. ഇതാണ് ശരിക്കും നമ്മുടെ കുടുംബത്തിന്റെ ലിവിംഗ് റൂം. ശരിക്കും ഞങ്ങൾ ആദ്യം പണിത പോർഷൻ ഇല്ല, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിനിമയുടെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഫാമിലിക്ക് ഒരു പ്രൈവസി കിട്ടണ്ടേ. കസിൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാം അല്ലേ? ഫ്രണ്ട്സ് എല്ലാം കുറച്ചൊന്ന് റെഫ്യൂസാകും. ഈ വീട് ഞങ്ങൾ വലിയൊരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ചെയ്ത് കയ്യിലോട്ട് തരികയല്ലായിരുന്നു. ട്രാവൻകൂർ ബിൽഡേഴ്സ്, മൈ ഹോം ബിൽഡിംഗ് ഡ്രീംസ്. പവേർഡ് ബൈ നോർത്ത് ബ്രൂക്ക് വില്ലാസ്, തോപ്പിൽക്കടവ്, കൊല്ലം. ട്രാവൻകൂർ ബിൽഡേഴ്സ്, മൈ ഹോം ബിൽഡിംഗ് ഡ്രീംസ്. പവേർഡ് ബൈ നോർത്ത് ബ്രൂക്ക് വില്ലാസ്, തോപ്പിൽക്കടവ്, കൊല്ലം. ഇത്രയും വലിയ വീട്ടിൽ എവിടെ ഇരിക്കുമ്പോൾ കൂടുതൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഏരിയ ഉള്ളതുകൊണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഒരു ഏരിയ ഉണ്ട്, കാണിച്ചത്. എന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ എനിക്ക് മനസ്സിന് ഏറ്റവും കിട്ടുന്നത്. ഇതിപ്പോ നമ്മുടെ എറണാകുളത്ത് ഈ കോൺക്രീറ്റ് സൗത്ത് അങ്ങനെ നടുക്കാണല്ലോ നമ്മുടെ സിറ്റി, എറണാകുളത്ത് ടൗണിന്റെ നടുക്കാത്താണ്. പക്ഷെ ഇത് എൻ്റെ ഈ ഒരു പോർഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിതൊരു ഗ്രാമപ്രദേശത്താണ്. ഇവിടെയാണോ ഇരുന്ന് എഴുതാറൊക്കെ? മിക്കവാറും എഴുതുന്നത് ഇവിടെയാണ്, ഡിസ്കഷൻ ഇവിടെ ആയിരിക്കും, പിന്നെ കമ്പോസിങ് ഞങ്ങളോട് ചെയ്യാറുണ്ട്. എൻ്റെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സന്തോഷം സങ്കടമെല്ലാം ഞാൻ വന്നിരിക്കുന്ന ഒരു സ്ഥലത്തിലായിരുന്നു. ആകാശഗംഗ, അതിശയൻ, വാസന്തി ലക്ഷ്യം, പിന്നെ ഞാൻ അങ്ങനെ ഒത്തിരി സിനിമകൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഉറവിടം ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇതിവിടെ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ആകാശഗംഗ പിന്നെ അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത ചിത്രമാണ്. ആ ചിത്രം എടുക്കുമ്പോൾ ഈ വീടില്ല.
ആ ചിത്രം ഒരു വിജയമായതാണ് ഈ വീടിൻ്റെ തുടക്കം. നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഒത്തിരി പൈസ കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീട് വെക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള പല ചിത്രങ്ങളുടെയും എനിക്ക് തോന്നുന്നു ഐഡിയാസ് ഞങ്ങൾ ഇവിടുന്ന് ഉത്ഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എനിക്ക് സബ്ജക്റ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കണം എന്നൊരു വലിയ എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൊറർ അടുത്ത ചിത്രം ഞങ്ങൾക്ക് മലയാളികൾക്ക് തരുന്ന അടുത്ത ഗിഫ്റ്റ് ട്രാക്കുള എന്തിനു തേടി പോയെന്ന് ചോദിച്ചാൽ ട്രാക്കുള ഞാനെടുത്ത ഹൊറർ ചിത്രങ്ങൾ ഇപ്പോൾ ആകാശഗംഗയുടെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ പടം. പക്ഷേ അതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിൽ പിടിച്ചുള്ള യക്ഷിയുടെ വെള്ളസാരിയൊക്കെ കൊടുത്ത് നടക്കുന്ന ഇങ്ങനെ യക്ഷിയുടെ കഥകളോട് ഒത്തിരി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആകാശഗംഗ വന്നതിന് ശേഷം യക്ഷിയുടെ ഒരു ഘോഷയാത്ര തന്നെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചു ഡ്രാക്കുള എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൂടാ. ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന രക്തരക്ഷസാണല്ലോ ഡ്രാക്കുള. പക്ഷേ ഡ്രാക്കുള എങ്ങനെ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും? ഡ്രാക്കുളയും കൂടി കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ സിമിത്തേരിയിൽ നിന്ന് ഡ്രാക്കുള എങ്ങനെ പൊങ്ങും എന്നുള്ളതാണ് അതിനകത്ത്. അത് 3Dയിലാണ് എടുക്കുന്നത്. എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് അതും. അതിൻ്റെ ഉത്ഭവം ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതിനകത്ത് ഞാനൊരു വലിയ സക്സസ് പ്രതീക്ഷിക്കുക. ബിസി ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു വീട് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്? വിശ്വസ്തരായ ജോലിക്കാരെ കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു വീട് പണിയുടെ ഒരു പ്രത്യേക കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു പ്ലാനിങ് ആണ്. നമ്മളതിൻ്റെ നമ്മുടെ സ്ഥലത്തിനൊത്ത രീതിയിൽ ഇപ്പം തന്നെ ഈ ഇത് രണ്ട് റോഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ. 2 റോഡിലോട്ട് ഇതിൻ്റെ ഓപ്പണിങ്. അപ്പോൾ അതുമായിട്ട് അതിനെപ്പറ്റി വളരെ സിമ്പിളായിട്ട് നമുക്ക് അഡ്വൈസ് തരാൻ പറ്റുന്ന എഞ്ചിനീയറിങ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു അഡ്വൈസ് നമുക്ക് വേണം. അല്ല, ഈ വീട് ഞങ്ങൾ വലിയൊരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ചെയ്ത് കയ്യിലോട്ട് തരികയല്ലായിരുന്നു. ഈ വീട് ഞങ്ങൾ തന്നെയാണ് പണിത്. ആർക്കിടെക്റ്റിൻ്റെ ഒരു അഡ്വൈസ് പല കാര്യങ്ങളിലും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോർ സ്വിമ്മിംഗ് പൂളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നമുക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഇത് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അഡ്വൈസ് മേടിച്ചതല്ലാതെ ബാക്കിയൊക്കെ നമ്മൾ കൂടെ നിന്ന് ചെയ്യുകയായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് വീട് വെക്കുമ്പം പ്രധാനമായിട്ട് നമ്മൾ ഈ വീടിൻ്റെ കാര്യത്തിൽ മാത്രം ഈ തടിയുടെ കാര്യം അതിനകത്തൊക്കെ ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും അക്കാര്യത്തിലൊക്കെ ഞാൻ ഒന്നുമില്ലെങ്കിൽ വിളിച്ച് പറയുകയും അത്യാവശ്യം വേണമെങ്കിൽ പോവുകയും ഒക്കെ ചെയ്തു. ഏറ്റവും കൂടുതൽ ഏത് റൂം വൃത്തിയാക്കാണ്? ഇപ്പോൾ ലിവിങ് റൂം ആണോ അതോ ഡൈനിങ് റൂം ആണോ അതോ ബെഡ്റൂം ആണോ? ഏതെങ്കിലും ഒരു റൂം ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവില്ലേ? എപ്പോഴും നീറ്റായിട്ടിരിക്കണം, അവിടെ എൻ്റെ സാധനങ്ങൾ അവിടെ വെക്കണം. അത് ഏത് റൂമിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ എഴുതുന്ന ഈ റൂമിന് ഇത് വേണം. പിന്നെ എൻ്റെ ഞാൻ കൂടുതൽ കഴിക്കുന്ന ബെഡ്റൂമിലാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ ബിസിനസ്സായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ സംസാരിക്കുന്ന എൻ്റെ ഡ്രോയിങ് റൂമിൽ ഞാൻ അവിടെ ഉള്ളു. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ സഹവസിക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ നമുക്കൊരു പുതുമ എപ്പോഴും ഫീൽ ചെയ്യണമെന്നൊരു ആഗ്രഹിക്കും. പണ്ടത്തെ ഓണമെന്ന് വെച്ചാൽ അതാണ് കാണാൻ പറ്റും ഓണം ഉണ്ടോയെന്ന് പറയുന്നത്. ഇന്ന് എല്ലാവർക്കും എന്നും ഓണമാണ്. ട്രാവൻകൂർ ബിൽഡേഴ്സ്, മൈ ഹോം ബിൽഡിംഗ് ഡ്രീംസ്. Powered by നോർത്ത് ബ്രൂക്ക് വില്ലാസ്, തോപ്പിൽക്കടവ്, കൊല്ലം. ട്രാവൻകൂർ ബിൽഡേഴ്സ്, മൈ ഹോം ബിൽഡിംഗ് ഡ്രീംസ്. Powered by നോർത്ത് ബ്രൂക്ക് വില്ലാസ്, തോപ്പിൽക്കടവ്, കൊല്ലം. ഞാൻ ആദ്യം ഈ സൈഡിൽ കൂടെ പോയപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടിട്ട് ഞെട്ടി. ആരത്?
അതൊരു സിനിമ സ്റ്റൈലിലുള്ള കണ്ണാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് സദ്യ കഴിക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു ഓണാഘോഷം, ഇപ്പോൾ ഒരു ഓണാഘോഷം ഒരു ഭംഗി. ഇപ്പോൾ സെറ്റിൽ പോകുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ ആഘോഷിക്കുന്നില്ലേ, അതെങ്ങനെ അവിടുത്തെ ഓണം ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഓണം? ഞങ്ങൾ സെറ്റിൽ എനിക്കൊന്ന് 3-4 ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ആദ്യം ഓണം ആഘോഷിക്കുന്ന കല്യാണ സൗന്ദര്യത്തിൻ്റെ സെറ്റിലാണ്, ചെറുപ്പളശ്ശേരി മനയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ. അന്ന് ഇവർ ഫാമിലി എല്ലാം വന്നിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിന് വേറൊരു സുഖമുണ്ട്. 150 പേര് കൂടിയിരുന്നിട്ട് അതിൻ്റെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളും ടെക്നീഷ്യന്മാരും എല്ലാം കൂടി ഇരുന്നിട്ട് ഓണം ഒരു പ്രത്യേക സുഖമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഓണത്തിൻ്റെയൊക്കെ ഒരു ഫീലുള്ളത് നാട്ടുമ്പുറത്താണ്. പണ്ടത്തെ ഓണം എന്ന് വെച്ചാൽ അതാണ് കാണാൻ പറ്റും ഓണം എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവർക്കും എന്നും ഓണമാണ്. ഇന്ന് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ഓണം അപ്പോൾ ഒരു പാഴ്സലായിട്ട് നമുക്ക് എത്തും. പക്ഷെ പണ്ടതല്ല. പണ്ടത്തെ ആൾക്കാർക്ക് അവർ ഭയങ്കര കഷ്ടപ്പെട്ട് പണിത് കർഷകർ പാടത്തൊക്കെ പോയി പണിത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓണം അതൊരു ഫെസ്റ്റിവലായിരുന്നല്ലോ, വിളവെടുപ്പിൻ്റെ സമയം കൂടാണ്. അപ്പോൾ അന്നായിരുന്നു ഓണം. ഇന്ന് മാളിനൊക്കെ എന്നും ഓണമാണ്, എന്നും പായസം വേണേലും ഇവിടെ കൊണ്ടുതരാൻ പറ്റും. ആ ഓണത്തിന് ഉണ്ടെന്ന് പറഞ്ഞാൽ നിലത്തിരുന്നിട്ട് മനസ്സിലായ ഗണപതിക്ക്, ഞാനിപ്പോൾ അമ്മ നിലവിളക്കിൻ്റെ മുന്നിൽ ആദ്യം ഗണപതിക്ക് വെക്കും. ഓണത്തിന് ഗണപതിക്ക് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഉണ്ണക്കും. അങ്ങനെയൊക്കെയുള്ള അതൊക്കെ കീപ്പ് ചെയ്ത് ആചരിക്കുന്നവരുന്നുണ്ട്. എങ്ങനെ ഓണം ആഘോഷിക്കാറ്? ഓണം അന്ന് ഇവിടെ സദ്യ ഉണ്ടാവും, പിന്നെ പൂവിടും 10 ദിവസം. മാള് കറക്റ്റായിട്ട് 10 ദിവസം പൂവിടും അല്ലേ? അതാണ് മാളുവിൻ്റെ ഓണം. അല്ലാതെ പിന്നെ TV വരുന്ന പ്രോഗ്രാംസ് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഗസ്റ്റ് ഒന്നുമില്ല. ഇന്നിപ്പോൾ എൻ്റെ സിസ്റ്ററുടെ മോളും ഒക്കെയാണ്. ഓക്കെ, അവരിവിടെ തന്നെ. അതെ. സിസ്റ്റർ അമ്പലപ്പുഴയാണ്. എനിക്കൊരു സിസ്റ്ററേ ഉള്ളൂ. എന്നെക്കാളും 20 വയസ്സ് മൂത്ത സിസ്റ്റർ. ഞങ്ങൾ 2 പേരാണ്. സിസ്റ്റർ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. ഞാൻ സിസ്റ്ററുടെ വീട്ടിൽ പോകും ഓണത്തിന്, ഞങ്ങൾ അവിടെ പോയി ഊണ് കഴിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധുക്കളെ എല്ലാം കാണുക, പഴയ കൂട്ടുകുടുംബം. ഇന്നെല്ലാം ഈ എന്താ പറയുക, സ്മാൾ ഫാമിലി ആയിപ്പോയില്ലേ നമ്മളെല്ലാവരും. അപ്പം പണ്ടതല്ല, ആ കൂട്ടുകുടുംബത്തിലുള്ളവരെല്ലാവരും വരും. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റുക, ആണ്ടിലൊരിക്കൽ എല്ലാവരുമായിട്ട് സംസാരിക്കുക. അങ്ങനെയൊക്കെ ഇത് പണ്ട് പൂർവികർ അങ്ങനെയൊക്കെ ഇതിനെ കണ്ടിരുന്നു. മനസ്സിലായി? അങ്ങനെ നമ്മുടെ കുടുംബം ഒത്തുചേരാനും ഇന്ന് ബന്ധുക്കളെ പോലും, ഇപ്പം മാളിനൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ള പല ബന്ധുക്കളെ പോലും ഇന്നത്തെ തലമുറയെ കണ്ടാൽ ഇത് ആരാന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സാറിൻ്റെ ഈ ഡ്രീം ഹോമിനെ പറ്റിയും പിന്നെ ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ മോളുടെ ഗാർഡനും പിന്നെ എല്ലാ കാര്യങ്ങളും ഇത്രയും നേരം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ സാറിൻ്റെ സിനിമ വിശേഷങ്ങളും ഇത്രയും തിരക്കുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇത്രയും നേരം കിട്ടിയത് തന്നെ വളരെ സന്തോഷം. റിപ്പോർട്ടർ ടിവിയുടെ 2011 ഓണാഘോഷങ്ങളിൽ പങ്കുചേരാൻ സാധിച്ചതിൽ തിരിച്ചും നന്ദി രേഖപ്പെടുത്തുന്നു. റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ എപ്പിസോഡിലൂടെ വിനയൻ സാറിൻ്റെ വീട്ടുവിശേഷങ്ങൾ, ഓണവിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാം. വീട് പണിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.